ഹലോ PSC ആസ്പിരൻസ്. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്. LP UP സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. വെറുതെ കേട്ടുപോകാനല്ല, നമുക്കിപ്പോൾ തന്നെ പഠിക്കാം. കംപ്ലീറ്റ് പോയിൻറ്സും നോട്ട്സും ഉണ്ട്. അതിനോടൊപ്പം തന്നെ റിവിഷനോട് ചേർത്താണ് നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. LP UP സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനനം 1805 ഫെബ്രുവരി 10 അദ്ദേഹം ജനിക്കുന്നത്. കൈനകരി, ആലപ്പുഴയിലുള്ള കൈനകരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1805 ഫെബ്രുവരി 10 ആലപ്പുഴയിലുള്ള കൈനകരിയിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഐക്കോ കുര്യാക്കോസും മാതാവ് മറിയം തോപ്പിലുമാണ്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അദ്ദേഹത്തിൻ്റെ ജനനം 1805 ഫെബ്രുവരി 10, ജന്മസ്ഥലം കൈനകരി, ആലപ്പുഴ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നവോത്ഥാന നായകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അദ്ദേഹം അറിയപ്പെടുന്നത് കേരള സാക്ഷരതയുടെ പിതാവ് എന്നാണ്. കേരള സാക്ഷരതയുടെ പിതാവ് എന്നാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അഥവാ ചാവറയച്ചൻ അറിയപ്പെടുന്നത്. കേരള സാക്ഷരതയുടെ പിതാവ് എന്നാണ്. അടുത്ത വിശേഷണം എന്താണ്? കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകനാണ് അദ്ദേഹം. കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകനാണ് അദ്ദേഹം. അടുത്ത വിശേഷണം അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്ന് അദ്ദേഹത്തിന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ദേവദാസൻ എന്നും അറിയപ്പെടുന്നുണ്ട്. സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായിട്ട് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം അദ്ദേഹമാണ് നടപ്പിലാക്കിയത്. അപ്പോൾ ഒന്നുകൂടി പറയാം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന ചാവറയച്ചനാണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകനാണ് അദ്ദേഹം. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠനാണ് അദ്ദേഹം. ദേവദാസൻ എന്നറിയപ്പെടുന്നു. അതുപോലെ സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായിട്ട് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം അദ്ദേഹമാണ് നടപ്പിലാക്കിയത്. അപ്പോൾ പള്ളികളോട് ചേർന്ന് സ്ഥാപിച്ച സ്കൂളുകൾ അന്ന് അറിയപ്പെട്ടിരുന്നത് പള്ളിക്കൂടം എന്നാണ്. അങ്ങനെയാണ് കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന പേര് വന്നത് പിന്നീട്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഈ ഗ്രീൻ ഇങ്കിൽ മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ടും വായിക്കണം. റീഡ് ആൻഡ് റിവൈസ് 2 times. ഓക്കെ, തുടർന്ന് പഠിക്കാം. 1829 അദ്ദേഹം ആലപ്പുഴയിലെ അർത്തുങ്കൽ പള്ളിയിൽ പുരോഹിതനായി. 1829 അദ്ദേഹം അർത്തുങ്കൽ പള്ളിയിൽ പുരോഹിതനാകുന്നത്. 1831 CMI സഭ സ്ഥാപിക്കുന്നത്. അപ്പോൾ CMI എന്നല്ലേ, അപ്പോൾ ഇത് 31 ഓർത്താൽ മതി. 1831. 1831 അദ്ദേഹം CMI സഭ സ്ഥാപിക്കുന്നത്. CMI എന്താ? കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് ചാവറയച്ചൻ സ്ഥാപിച്ച സന്യാസി സംഘമാണത്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭ കൂടിയാണ് CMI, കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. അദ്ദേഹമായിരുന്നു അതിൻ്റെ ആദ്യത്തെ സുപ്പീരിയർ ജനറൽ. അപ്പോൾ 1831 CMI സ്ഥാപിക്കപ്പെടുന്നത്. CMI എന്നാൽ എന്താണ്? കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായിരുന്നു CMI സന്യാസി സഭ. അതിൻ്റെ ആദ്യത്തെ സുപ്പീരിയർ ജനറലും കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന് പറയുന്ന ചാവറയച്ചനാണ്. ഇനി CMC എന്താണ്? CMC കോൺഗ്രിഗേഷൻ ഓഫ് ദ മദേഴ്സ് ഓഫ് കാർമൽ. CMC എന്നാൽ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദേഴ്സ് ഓഫ് കാർമൽ. അത് ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യത്തെ കന്യാസ്ത്രീ മഠമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ക്രിസ്തീയ സഭ CMI ആണ്. അദ്ദേഹമായിരുന്നു അതിൻ്റെ സുപ്പീരിയർ ജനറൽ. CMI എന്ന് പറഞ്ഞാൽ കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. ഇനി CMC ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. CMC എന്താ? കോൺഗ്രിഗേഷൻ ഓഫ് ദ മദേഴ്സ് ഓഫ് കാർമൽ. ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യത്തെ സന്യാസി മഠം. അദ്ദേഹം സ്ഥാപിച്ച ആദ്യത്തെ സന്യാസി മഠമാണ് CMC, കോൺഗ്രിഗേഷൻ ഓഫ് ദ മദേഴ്സ് ഓഫ് കാർമൽ. 1833 മാന്നാനത്ത് ആദ്യ സെമിനാരി ആരംഭിച്ചു. 1833 മാന്നാനത്ത് ആദ്യ സെമിനാരി ആരംഭിക്കുന്നത്. 1846 മാന്നാനത്തും കൂനന്മാവിലും സംസ്കൃത സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചു. 1846 മാന്നാനത്തും കൂനന്മാവിലും സ്കൂളുകൾ സ്ഥാപിച്ചു. പെൺകുട്ടികൾക്കായിട്ട് ആദ്യ ബോർഡിംഗ് സ്കൂൾ ആരംഭിച്ചതും കൂനന്മാവിലാണ്. 1846 മാന്നാനത്തും കൂനന്മാവിലും സംസ്കൃത സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചു. പെൺകുട്ടികൾക്കായിട്ട് ആദ്യ ബോർഡിംഗ് സ്കൂളും കൂനന്മാവിലാണ് ആരംഭിച്ചത്. ഇനി ഉച്ചഭക്ഷണത്തിനായിട്ട് വിദ്യാലയങ്ങളിൽ ആരംഭിച്ച സംരംഭമാണ് പിടിയേരി സമ്പ്രദായം. ഇതാണ് ഉച്ചഭക്ഷണത്തിനായിട്ട് വിദ്യാലയങ്ങളിൽ ചാവറയച്ചൻ ആരംഭിച്ച സംരംഭമാണ് പിടിയേരി സമ്പ്രദായം എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും കാര്യങ്ങൾ പഠിച്ചപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അതുപോലെ കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് നമുക്കിപ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചപ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ബാക്കി കാര്യങ്ങളിലൂടെ പഠിക്കുമ്പോൾ കൂടുതലായിട്ടും നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് അദ്ദേഹം കാലത്തിന് മുന്നേ നടന്ന നവോത്ഥാന നായകനായിട്ട് മാറിയതെന്ന്. വാഴത്തടം വിപ്ലവം, അതുപോലെ 105 പദ്ധതി നമുക്കൊന്ന് കേൾക്കാം. എന്താണ് ഈ വാഴത്തടം വിപ്ലവം എന്ന് പറയുന്നത്? വാഴത്തടം വിപ്ലവം യൂറോപ്യന്മാരുടെ കുത്തകയായിരുന്നു അച്ചടി സാങ്കേതിക വിദ്യ. അന്ന് കാലത്ത് യൂറോപ്യന്മാരുടെ സഹായമില്ലാതെ കേരളത്തിൽ അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ, അച്ചടി സാങ്കേതിക വിദ്യ സാധ്യമല്ലായിരുന്നു. ഇദ്ദേഹമാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് 1846 മലയാളി അച്ചടി രംഗത്ത് ഒരു വിപ്ലവം ഉണ്ടാക്കുന്നത്, ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നത്. അതാണ് വാഴത്തട വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം വിദേശീയരുടെ സഹായം ഇല്ലാതെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചു. വിദേശീയരുടെ സഹായമില്ലാതെ കേരളത്തിൽ അദ്ദേഹം ആദ്യ അച്ചടിശാല സ്ഥാപിച്ചു. 1846 സെൻറ്റ് ജോസഫ് പ്രസ് മാന്നാനത്താണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ചാവറയച്ചൻ കേരളത്തിൽ സ്ഥാപിച്ച അച്ചടിശാല ഏതാണ്? മാന്നാനത്താണ് സെൻറ്റ് ജോസഫ് പ്രസ്. കേരളത്തിലെ 3ാമത്തെ അച്ചടിശാലയാണിത്. കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ ആരംഭിച്ച ആദ്യ അച്ചടിശാലയും കൂടിയാണ് സെൻറ്റ് ജോസഫ് പ്രസ് മാന്നാനം. 1846 ഇത് ആരംഭിക്കുന്നത്. ജ്ഞാനപീയൂഷം എന്ന പുസ്തകമാണ് ആദ്യമായിട്ട് ഇവിടെ നിന്ന് അച്ചടിക്കുന്നത്. സെൻറ്റ് ജോസഫ് പ്രസ്സിൽ നിന്നും അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണ്? ജ്ഞാനപീയൂഷമാണ്. 1846 ഇത് സ്ഥാപിതമാകുന്നത്. പിന്നീട് 1887 ദീപിക പത്രം അച്ചടിച്ചു. നസ്രാണി ദീപിക എന്നായിരുന്നു ആദ്യ പേര്. അത് ആദ്യമായിട്ട് അച്ചടിച്ചത് എവിടെയാണ്? സെൻറ്റ് ജോസഫ് പ്രസ്സിലാണ്. ദീപിക പത്രം ആദ്യമായിട്ട് അച്ചടിച്ച വർഷം എന്നാണ്? 1887 പത്രം പുറത്തിറങ്ങുന്നത്. അന്ന് അതിൻ്റെ പേരെന്താ? നസ്രാണി ദീപിക എന്നായിരുന്നു. ആരാണ് ആ പത്രത്തിൻ്റെ സ്ഥാപകൻ? നിധിയിരിക്കൽ മാണി കത്തനാരാണ് ആ പത്രത്തിൻ്റെ സ്ഥാപകൻ. അപ്പം നസ്രാണി ദീപിക എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ നിധിയിരിക്കൽ മാണിക്കത്തനാരാണ്. 1887 പത്രം ആദ്യമായിട്ട് അച്ചടിക്കുന്നത്. എവിടെയാണ് അച്ചടിച്ചത്? ചാവറയച്ചൻ സ്ഥാപിച്ച അച്ചടിശാലയായ സെൻറ്റ് ജോസഫ് പ്രസ് മാന്നാനം. ഈ സെൻറ്റ് ജോസഫ് പ്രസ് എന്ന സ്ഥാപിച്ചത് 1846. റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വീഡിയോ കേട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ചാവറയച്ചൻ ആരംഭിച്ച ഒരു സംഘടനയുണ്ട്. അതാണ് അമലോത്ഭവ ദാസ സംഘം എന്നറിയപ്പെടുന്നത്. അമലോത്ഭവ ദാസ സംഘം എന്നറിയപ്പെടുന്ന സംഘടന ചാവറയച്ചൻ ആരംഭിച്ചതാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് റിവിഷനായിട്ട് പറയാം. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ നമുക്ക്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. കാലത്തിന് മുന്നേ നടന്ന നവോത്ഥാന നായകനാണ്. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നു. ദേവദാസൻ എന്നറിയപ്പെടുന്നു. അതുപോലെ സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം അദ്ദേഹമാണ് നടപ്പിലാക്കിയത്. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നാൾവഴികൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങൾ പഠിക്കാൻ നമുക്ക്. 1829 അദ്ദേഹം അർത്തുങ്കൽ പള്ളിയിലെ പുരോഹിതനായത്. 1831 CMI കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സ്ഥാപിക്കുന്നു. എന്താണ് ഈ കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്? ചാവറയച്ചൻ സ്ഥാപിച്ച സന്യാസി സംഘമാണ്. അത് ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയാണ്. അതിൻ്റെ ആദ്യത്തെ സുപ്പീരിയർ ജനറൽ അദ്ദേഹം തന്നെയായിരുന്നു. ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയായിരുന്നു ആദ്യ സുപ്പീരിയർ ജനറൽ. CMC എന്താണ്? കോൺഗ്രിഗേഷൻ ഓഫ് ദ മദേഴ്സ് ഓഫ് കാർമൽ. ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യത്തെ കന്യാസ്ത്രീ മഠമാണത്. പിന്നീട് 1833 മാന്നാനത്ത് ആദ്യ സെമിനാരി ആരംഭിക്കുന്നു. 1846 മാന്നാനത്തും കൂനന്മാവിലും സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചു. അതുപോലെ പെൺകുട്ടികൾക്കായിട്ട് ബോർഡിംഗ് സ്കൂൾ തുടങ്ങിയതും അദ്ദേഹമാണ്. ഉച്ചഭക്ഷണത്തിനായിട്ട് അദ്ദേഹം വിദ്യാലയങ്ങളിൽ ആരംഭിച്ച പദ്ധതിയാണ് പിടിയേരി സമ്പ്രദായം. അതുപോലെ വാഴത്തടം വിപ്ലവം നമ്മൾ പഠിച്ചു. യൂറോപ്യന്മാരുടെ കുത്തകയായിരുന്ന അച്ചടി വിദ്യയെ യൂറോപ്യന്മാരുടെ സഹായമില്ലാതെ കേരളത്തിൽ കൊണ്ടുവന്നതാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹം ആദ്യമായിട്ട് സ്ഥാപിച്ച അച്ചടിശാല ഏതാണ്? 1846 അദ്ദേഹം മാന്നാനത്താണ് ആരംഭിക്കുന്നത്. സെൻറ്റ് ജോസഫ് പ്രസ് കേരളത്തിലെ 3ാമത്തെ അച്ചടിശാലയാണ്. ജ്ഞാനപീയൂഷമാണ് അവിടുന്ന് അച്ചടിച്ച ആദ്യത്തെ പുസ്തകം. അതുപോലെ അതിനുശേഷം 1887 ദീപിക പത്രം ആദ്യമായിട്ട് അച്ചടിക്കുന്നു. നസ്രാണി ദീപിക എന്ന ആ പത്രം സ്ഥാപിച്ചതാരാണ്? നിധിയിരിക്കൽ മാണി കത്തനാർ. അദ്ദേഹം ആരംഭിച്ച സംഘടനയുടെ പേരെന്താ? അമലോത്ഭവ ദാസ സംഘം എന്നാണ് അദ്ദേഹം ആരംഭിച്ച സംഘടനയുടെ പേര്. ഇത്രയും ക്ലിയർ? ഡീലാണോ? സ്റ്റാർ ഇട്ടോ? ഓക്കെ. ഇനി നമുക്ക് തുടർന്ന് പഠിക്കാം. അദ്ദേഹം 1871 കൂനന്മാവിൽ വെച്ചാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അന്തരിച്ച വർഷം 1871.
1. അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം തിരുശേഷിപ്പ് എന്ന് പറയും. അത് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? സെൻറ്റ് ജോസഫ് പള്ളിയിലാണ്. മാന്നാനത്തുള്ള സെൻറ്റ് ജോസഫ് പള്ളിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് അല്ലെങ്കിൽ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് സെൻറ്റ് ജോസഫ് പള്ളിയിലാണ് മാന്നാനത്ത്. അതിനുശേഷമുള്ള കുറച്ച് വർഷങ്ങളൂടെ കഥ തുടരുന്നുണ്ട്, അതുകൂടി നമുക്ക് പഠിക്കാം. 1984 ഏപ്രിൽ 7 അദ്ദേഹം ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ധന്യൻ എന്ന പദവിയിലേക്ക് 1984 ഏപ്രിൽ 7 അദ്ദേഹം ഉയർത്തപ്പെട്ടു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തിനെ ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തുന്നത്. ഇനി അതിനുശേഷം 1986 ഫെബ്രുവരി 8 അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പ്രഖ്യാപിക്കുന്നത്. ഒന്നുകൂടി പറയാം, 1984 ഏപ്രിൽ 7 അദ്ദേഹത്തിനെ ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തിയത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. 1986 ഫെബ്രുവരി 8 അദ്ദേഹത്തിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഇനി 2014 നവംബർ 23 അദ്ദേഹത്തിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. 2014 നവംബർ 23 അദ്ദേഹത്തിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. അതായത് അതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്: 84 ഏപ്രിൽ 7 ധന്യൻ പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു. ജോൺ പോൾ മാർപ്പാപ്പ രണ്ടാമനാണ് അദ്ദേഹത്തിനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയത്. 86 ഫെബ്രുവരി 8 അദ്ദേഹത്തിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുപോലെ 2014 നവംബർ 23 അദ്ദേഹത്തിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ചാവറയച്ചനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച വർഷം 2014 നവംബർ 23. ചാവറയച്ചനോടൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ് എവുപ്രാസിയമ്മ. എവുപ്രാസിയമ്മ ചാവറയച്ചനോടൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ്. ഇനി ഒരു വർഷമുണ്ട് ഇതിനിടയ്ക്ക്, അതുകൂടി പറയാം. 1987 ഡിസംബർ 20, അതും കൂടി ഓർത്തിരിക്കണം. 1987 ഡിസംബർ 20 സ്റ്റാമ്പ് പുറത്തിറക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം, അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ട് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചാവറയച്ചനോടുള്ള ആദരസൂചകമായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 1987 ഡിസംബർ 20. അപ്പോൾ ഒന്നുകൂടി പറയാം ഇത്രയും കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ മരണം തൊട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. 1871 കൂനന്മാവിൽ വെച്ചാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം തിരുശേഷിപ്പ് സൂക്ഷിക്കുന്നത് എവിടെയാണ്? സെൻറ്റ് ജോസഫ് പള്ളിയിലാണ്, മാന്നാനം. ഇനി 1984 ഏപ്രിൽ 7 അദ്ദേഹം ധന്യൻ പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു. മാർപ്പാപ്പയാണ് അദ്ദേഹത്തിന് ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയത്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. 1986 ഫെബ്രുവരി 8 ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. 2014 നവംബർ 23 അദ്ദേഹത്തിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിനെ വിശുദ്ധനാക്കിയത് ചാവറയച്ചൻ്റെ അത്ഭുതം എന്ന് പറയും. കോട്ടയം പാലാ സ്വദേശിയായിട്ടുള്ളൊരു മരിയയുണ്ട്, മരിയ ജോസ് കൊട്ടാരത്തിൽ. അതിന് കണ്ണിന് പ്രശ്നമുണ്ട്, കോങ്കണ്ണാണ്. ആ കോങ്കണ്ണ് സുഖപ്പെടുത്തി എന്ന ഒരു കാര്യത്തിനാണ് ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത്. ചുമ്മാ എക്സ്ട്രാ ഓർത്തിരിക്കാൻ പറഞ്ഞു എന്ന് മാത്രം, മനസ്സിലാക്കാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് 84 ധന്യൻ പദവി, 86 വാഴ്ത്തപ്പെട്ടവനാകുന്നു, 2014 അദ്ദേഹത്തിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിനോടൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് എവുപ്രാസിയമ്മയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ആത്മാനുതാപം, നളാഗമങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, കനോന നമസ്കാരം, മരണപർവം, മരണവീട്ടിൽ പാടുവാനുള്ള പാന, നല്ല അപ്പൻ്റെ ചാവരുകൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ്. ഇനി അദ്ദേഹത്തിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ചാവറയച്ചൻ ഒരു രേഖാചിത്രം എന്ന പുസ്തകം എഴുതിയത് KC ചാക്കോ ആണ്. ചാവറയച്ചൻ ഒരു രേഖാചിത്രം എന്ന പുസ്തകം എഴുതിയത്. അതുപോലെ എ പേൾ ട്രൂലി ഇന്ത്യൻ എന്നൊരു ബുക്ക് എഴുതിയത് ഫാദർ തോമസ് പന്തപ്ലാക്കലാണ്. ഫാദർ തോമസ് പന്തപ്ലാക്കലിൻ്റെ ബുക്കാണ് എ പേൾ ട്രൂലി ഇന്ത്യൻ എന്നുള്ളത്. ഇനി ചാവറയച്ചനെക്കുറിച്ച് എം കെ സാനു എഴുതിയ ബുക്കാണ് ജീവിതം തന്നെ സന്ദേശം എന്നത്. വിശുദ്ധ ചാവറയുടെ ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം എന്നത് MK സാനു എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന്. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസുമായിട്ട് LP UP സിലബസ് ബേസ്ഡ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.